നമ്മുടെ ഈ നാട്ടിലേക്ക് വരുന്ന ആദ്യത്തെ മതം എന്ന് പറയുന്നത് വൈദിക മതവും ഹിന്ദുമതം അങ്ങനെയൊന്നുമല്ല. ആദ്യമായിട്ട് വരുന്നത് ഒരു ഒരു ദർശന സംഹിത എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് വരുന്നത് ഈ ബൗദ്ധമതമാണ്. അതിനുശേഷമാണ് ജൈനമതം കടന്നു വരുന്നത്. ഇതിന് ശേഷം തൊട്ടു പിന്നാലെ വരുന്നത് ക്രൈസ്തവരാണ്. അവിടെയും വൈദിക ബ്രാഹ്മണരല്ല വരുന്നത്, അല്ലെങ്കിൽ വൈദിക മതമല്ല കേരളത്തിലേക്ക് വരുന്നത്. അവിടെ ഇതിന് തൊട്ടു പിന്നാലെ, ജൈനമതത്തിന് തൊട്ടു പിന്നാലെ വരുന്നത് ക്രൈസ്തവരാണ്. ഇപ്പൊ നമ്മള് സെയിന്റ് തോമസ് AD 1-ാം നൂറ്റാണ്ടിൽ വന്നു എന്ന് പറയുന്നതിന് മതിയായ തെളിവില്ലെന്ന് വത്തിക്കാൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ 4-ാം നൂറ്റാണ്ടിൽ ഇവിടെ ജ്ഞാനായ തോമൻ വന്നതിന് തെളിവുണ്ട്. AD 4th സെഞ്ചുറിയിൽ ജ്ഞാനായ തോമൻ വന്നു, കൊടുങ്ങൂരിൽ വന്നിറങ്ങി, മുസിരിസിൽ വന്നിറങ്ങി. 400ഓളം ഡീക്കന്മാരും അനുയായികളും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിന് വ്യക്തമായിട്ട് തെളിവുണ്ട്. അങ്ങനെ കേരളത്തില് ഈ വൈദിക ബ്രാഹ്മണർ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തില് ക്രിസ്ത്യാനികൾ വന്നു. 7th സെഞ്ചുറിയിലാണ് ഇവിടെ മഹമ്മദിയർ വരുന്നത്, മഹമ്മദിയ മതം ഇവിടെ വരുന്നത്. 629 AD നമ്മുടെ കൊടുങ്ങല്ലൂര് ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂര് പണിയുന്നത് മാലിക് ദിനാറാണ്. 629 AD എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാം മതം ആവിർഭവിച്ചതിന് തൊട്ടു പിന്നാലെ കൊടുങ്ങല്ലൂരിൽ ഒരു മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടു. അധികം വൈകാതെ തന്നെ സ്ഥാപിക്കപ്പെട്ടു. ഇതിനും ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ മതപരിവർത്തനത്തിന് വേണ്ടി ബ്രാഹ്മണ മതം കേരളത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ബ്രാഹ്മണർ വന്നിട്ടുണ്ട്. ബ്രാഹ്മണർ അതിനു മുമ്പ് 1500 വർഷത്തെ പഴക്കമുണ്ടല്ലോ ഈ ആര്യന്മാർക്ക് ഇന്ത്യയിൽ വന്നിട്ട്. പക്ഷേ മതപരിവർത്തനത്തിനായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞത്, മതപരിവർത്തനത്തിനായിട്ട് ഇവർ വരുന്നത് 6th സെഞ്ചുറിക്ക് ശേഷമാണ്, 7-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷമാണ് വരുന്നത്. ഈ കച്ചവടത്തിനായിട്ട് പണ്ടേ കേരളത്തിലേക്ക് വന്ന ബ്രാഹ്മണരുണ്ട്, അല്ലെങ്കിൽ തമിഴകത്തേക്ക് വന്ന ബ്രാഹ്മണരുണ്ട്. അവരെ വിളിച്ചിരുന്ന വേളപ്പാർപ്പാൻ എന്നായിരുന്നു. അവർക്ക് ഈ മതപരമായ കാര്യങ്ങളിലും താല്പര്യമില്ല. അവർ കച്ചവടത്തിന് വേണ്ടി വന്നവരായിരുന്നു. അവര് നമ്മുടെ ഇവിടുത്തെ ആദ്യ ദ്രാവിഡ സംസ്കാരവും ബൗദ്ധ സംസ്കാരവും ജൈന സംസ്കാരവുമായിട്ടൊക്കെ ചേർന്ന് ജീവിച്ചിരുന്നവരാണ്. അങ്ങനെ ഒരു 6th സെഞ്ചുറിക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ചാതുർവർണ്ണ്യം പ്രചരിപ്പിക്കാൻ വേണ്ടിയായിട്ട് ബ്രാഹ്മണ സമൂഹം കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയത്. അത് ഏതാണ്ട് 8th സെഞ്ചുറി ആയപ്പോഴത്തേക്കും ഈ പരശുരാമൻ മഴുപറിഞ്ഞ് കേരളം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു കഥയിലേക്ക് നീളുന്ന പരശുവുമായിട്ട് ആയുധങ്ങളുമായിട്ട് വരുന്ന ബ്രാഹ്മണരുടെ ഒരു വലിയ മുന്നേറ്റം നമ്മുടെ ഗോകർണം വഴി കർണാടകത്തിൽ നിന്നാണ് വരുന്നത്, തുളു പ്രദേശത്തു നിന്നാണ് വരുന്നത്, അവരിങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരശുരാമൻ മഴുപറിഞ്ഞാണ് കേരളം ഉണ്ടായത് എന്ന് പറയുന്ന ഒരു പൊട്ടക്കഥ ഉണ്ടാവുന്നത്. ലോകൻ ഇതിനെക്കുറിച്ച് പറയുന്നത് വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞ അബദ്ധ പഞ്ചാംഗം എന്നാണ്.